ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വിശ്വാസ ജീവിതത്തെ പുതുക്കി ക്രിസ്തുവിനെ അനുഭവവേദ്യമാക്കുന്ന വലിയ നോമ്പിൻ്റെ 4-ാം ദിനത്തിലെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്ത വേദഭാഗം യെശയ്യാപ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. കുറിവാക്യമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് 2-ാമത്തെയും 3-ാമത്തെയും വാക്യം. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാൻ്റെ പുൽത്തൊട്ടിയും അറിയുന്നു, ഇസ്രായേലോ അറിയുന്നില്ല, എൻ്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല. ദൈവവും മനുഷ്യനുമായുള്ള ബന്ധവും ആ ബന്ധം മനുഷ്യന് പ്രദാനം ചെയ്യുന്ന ദൈവാനുഭവമാണ് ആത്മീയത. ബന്ധങ്ങളിൽ നിന്ന് അകലുകയും യഹോവയോട് മത്സരിക്കുകയും ചെയ്യുന്ന ജനത്തെ നോക്കി യഹോവ എല്ലാ കാലവും വിലപിക്കുന്നു. ലോകത്തിൽ ദൈവിക ദൗത്യത്തിനായി പ്രത്യേകം നിയോഗിക്കപ്പെട്ട ജനമാണ് ഇസ്രായേൽ ജനത. എന്നാൽ അവരുടെ ഭൗതിക ആത്മീക ജീവിതത്തിൻ്റെ അപജയത്തിന് നേരെയുള്ള ശക്തമായ ദൂതാണ് യെശയ്യാവിൻ്റെ പ്രവചനം. ഞാൻ മക്കളെ പോറ്റി വളർത്തി എന്ന് പറയുന്നതിലൂടെ ഇസ്രായേൽ ഒരു ജനതയായി രൂപപ്പെടുന്നതിൽ ദൈവത്തിൻ്റെ പങ്ക് സൂചിപ്പിക്കുന്നു. എന്നാൽ തൻ്റെ ജനമായിരുന്നവർ ബലപ്പെട്ടപ്പോൾ ദൈവത്തെ മറന്നുകളയുന്നു. ഒരു വളർത്തു മൃഗത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന നന്മയും ആദരവും പോലും പ്രകടിപ്പിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ജനം അകൃത്യത്തിൽ മുഴുകി വഷളായി. തകർന്നു പോകുന്ന ദൈവ മനുഷ്യ ബന്ധത്തെ പുനഃസ്ഥാപിക്കുന്നതിന് ആവശ്യമായ 2 ആഹ്വാനമാണ് ഈ ഭാഗത്ത് നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നത്. ഒന്നാമതായി, തിരിച്ചറിവിനായുള്ള ആഹ്വാനം, എക്സോർട്ടേഷൻ ഫോർ റിയലൈസേഷൻ. 4-5 വാക്യങ്ങളിൽ ഇസ്രായേലിൻ്റെ പിന്മാറ്റത്തെയും മറുതലിപ്പിനെയും ഗുരുതരമായ രോഗാവസ്ഥയുമായി ഇവിടെ ഉപമിക്കുന്നു. രോഗത്തിൽ നിന്ന് വിടുതൽ ലഭിക്കണമെങ്കിൽ രോഗം ശരിയാവണ്ണം തിരിച്ചറിയണം. എന്നാൽ ഇവിടെ ജനത്തിന് ആ തിരിച്ചറിവില്ല. സൃഷ്ടാവും പരിപാലകനുമായ ദൈവത്തിൽ നിന്ന് അവർ ഏറെ അകന്നുപോയി എന്ന ചിന്ത അവർക്കില്ലാതായി. തങ്ങളായിരിക്കുന്ന പാപ അവസ്ഥയിൽ ജനം സംതൃപ്തരാണ്. രൂപാന്തരത്തിന് അവർക്ക് പ്രത്യേക താല്പര്യമില്ല. ഇന്നത്തെ സമൂഹവും ഇതിന് സമാനമല്ലേ? ഫാദർ സ്കാപ്പൻ്റെ അഭിപ്രായത്തിൽ ധനം, കമ്പോളം, ഭൗതികത ഇവ 3 ആധുനിക ലോകത്തിലെ തൃത്വമാണ്. ഇവയുടെ അധികാരത്തിനും സ്വാധീനത്തിനും മനുഷ്യൻ വിധേയപ്പെട്ടുപോയി. നമുക്കിന്ന് ആവശ്യം നാം ആരാണെന്ന തിരിച്ചറിവാണ്. അതിന് സ്വയം വിലയിരുത്തൽ ആവശ്യമാണ്. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ എവിടെ നിൽക്കുന്നു എന്ന് ആവർത്തിച്ച് ചിന്തിക്കണം. ജീവിതത്തിൻ്റെ സാധ്യതകളും പോരായ്മകളും തിരിച്ചറിവാൻ നമുക്ക് സാധിക്കണം. 2-ാമതായി, തിരുത്തലിനായുള്ള ആഹ്വാനം, എക്സോർട്ടേഷൻ ഫോർ റെക്ടിഫിക്കേഷൻ. ദൈവത്തെ നിസ്സാരവൽക്കരിച്ച് ഉപേക്ഷിക്കുന്ന ജീവിതാനുഭവങ്ങൾ ദൈവത്തെ ദുഃഖിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ദുഃഖം തിരിച്ചറിയുമ്പോഴേ അനുതാപവും മാനസാന്തരവും സാധ്യമാവും. ഈ തിരിച്ചറിവാണ് തിരുത്തലിലേക്ക് നമ്മെ നയിക്കുന്നത്. 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അകൃത്യത്തിൽ മുഴുകിയിരിക്കുന്ന ജനത്തിൻ്റെ ശരീരം മുഴുവനും മുറിവും ചതവും വ്രണവും കൊണ്ട് നിറഞ്ഞെങ്കിലും അതിൽ നിന്ന് പിന്മാറുവാനും ജീവിതത്തിൽ തിരുത്തൽ കൊണ്ടുവരുവാനും അവർ തയ്യാറാവുന്നില്ല. എങ്കിൽ പോലും ദൈവം മനസ്സലിവുള്ളവനാണ്. 9-ാം വാക്യം പറയുന്നു, പാപത്താൽ ജീർണപ്പെട്ട് കഴിഞ്ഞ സൊദോം ഗൊമോറ പട്ടണങ്ങൾക്ക് സംഭവിച്ച ഉന്മൂലനാശം ഇവിടെ സംഭവിക്കാതിരുന്നത് ദൈവത്തിൻ്റെ കരുണയും കൃപയും ഒന്നുമാത്രമാണ്. അകന്നു പോകുന്ന ദൈവ മനുഷ്യ ബന്ധത്തെ പുനഃസ്ഥാപിക്കുവാൻ ദൈവം സദാ സന്നദ്ധനാണ്. എന്നാൽ മനുഷ്യൻ്റെ പ്രതികരണമാണ് ഭാവി നിർണ്ണയിക്കുന്നത്. നമ്മുടെ ദൈവം ക്ഷമിക്കുന്നവനാണ്. ജനത്തിൻ്റെ മടങ്ങിവരവ് ദൈവം ആഗ്രഹിക്കുന്നു. ഈ നോമ്പാചരണം നമ്മെ തിരിച്ചറിവുള്ളവരാക്കട്ടെ. തിരിച്ചറിവിൽ നിന്ന് ഉരുവാകുന്ന തിരുത്തൽ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഉപേക്ഷിക്കേണ്ടവയെ ഉപേക്ഷിക്കുവാൻ, പിൻപറ്റേണ്ടതിനെ പിൻപറ്റുവാൻ ഈ നോമ്പ് നാളുകളിൽ നമുക്ക് സാധിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. ജീവൻ്റെ നായകനും വീണ്ടെടുപ്പുകാരനുമായ ദൈവമേ, നാൾതോറും ഞങ്ങൾ അനുഭവിക്കുന്ന ദൈവസ്നേഹത്തിനായി നന്ദി. നിൻ്റെ ഹിതം മനസ്സിലാക്കി പൂർണ്ണമായി നിന്നെ സ്നേഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവമായിട്ടുള്ള ബന്ധം പരിപാവനമായി കാണുവാനും നിലനിർത്തുവാനും
മശിഹാ മൂലം ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.